മന്ത്രിസഭയുടെ ഘടന പരിശോധിച്ചാൽ 21 അംഗ മന്ത്രിസഭയിൽ 12 പേർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനല്ല. 12 അംഗങ്ങൾ ന്യൂനപക്ഷമാകുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കരുത് എന്ന് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ് ആദ്യം പോയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആദ്യം പോയത് ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണുന്നതിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തിണ്ണ നിറങ്ങൽ പ്രയോഗം അത് SNDP NSS നേതൃത്വത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കും. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായ നേതാക്കളോടുള്ള ഈ ശത്രുതാപരമായ സമീപനം, ആ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ശബരിമല നാമജപ പ്രതിഷേധത്തിലെ കേസുകൾ, ആ കേസുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാടും സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നും സൂചിപ്പിച്ചിട്ടില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ, അതോ ആ നിലപാട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായതോടുകൂടി അത് മാറ്റിവെച്ചോ? അന്നത്തെ ഈ സ്വർണ്ണക്കൊള്ളയുടെ കാലത്ത് ആ സംഭവത്തിൽ അന്നത്തെ സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ബന്ധം, ആ ബന്ധവും കൂടി അന്വേഷണത്തിൽ വരണം. സിൽവർ ലൈൻ ഇന്നലെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ആ കാലത്ത് അതിനെതിരായിട്ട് ശക്തമായിട്ട് സമരത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ആ സമരത്തിൻ്റെ പേരിലുള്ള നിരവധി ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സിൽവർ ലൈൻ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അന്ന് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ, ആ കേസുകൾ പിൻവലിക്കൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, അത് അടിയന്തരമായിട്ട് നടപടികളിലേക്ക് കടക്കണം. മറ്റൊരു കാര്യം, ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന, ആ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മതനിരപേക്ഷതയ്ക്കെതിരാണ് വന്ദേ മാതരത്തിലെ വരികൾ എന്ന് പറയാൻ CPMന് മാത്രമേ കഴിയുള്ളൂ. ദേശീയ ഗീതത്തെ അപലപിക്കുന്നവർ അത് രാജ്യവിരുദ്ധതയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ജനം തീരുമാനിക്കും. എനിക്ക് CPM നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ളത്, വന്ദേ മാതരത്തിലെ ഏത് വരികളാണ് മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി എന്ന് ആ വരികൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാകണം എന്നുള്ളതാണ്. പണ്ട് വന്ദേ മാതരം വിലക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു വിലക്കുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ CPM ആണ്. നമുക്കെല്ലാവർക്കും അറിയാം CPMൻ്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ആയത് ഈ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നത് അവർക്ക് തന്നെ നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.